ഹായ് ഓൾ, ഇന്ന് നമ്മൾ നോക്കുന്നത് ബട്ടൺ ഹോൾ സ്റ്റിച്ച് എങ്ങനെ ചെയ്യാമെന്നാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ലൈനിൽ ഇങ്ങനെ ഒരേ ഡിസ്റ്റൻസിൽ ഓരോരോ പോയിൻ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുകളിലും താഴെയും ഒരേ ഡിസ്റ്റൻസിലാണ് പോയിൻ്റ് ഇട്ടിട്ടുള്ളത്. അതിന് ഓരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്, ABCD അങ്ങനെ. അത് 1 2 3 അങ്ങനെ ഏത് വേണമെങ്കിലും ഇടാം. അത് നമുക്ക് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടെക്നിക്കാണ്. അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ നോർമലി ലൂപ്പ് എടുക്കും പോലെ ഈ Aയിൽ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ബിയിലേക്ക് പോയിട്ട് വീണ്ടും ബി എന്ന പോയിന്റിൽ നമ്മൾ വീണ്ടും ഒരു ചെയിനെ ഇങ്ങനെ എടുക്കുക. ഈ എടുത്ത ചെയിനെ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ വലിക്കുക. താഴേക്ക് ഇങ്ങനെ വലിക്കുമ്പോൾ നമ്മളെ എയിൽ കുത്തിയിട്ടുള്ള ലൂപ്പ് അടിയിലേക്ക് പോയിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ ലെഫ്റ്റ് ഹാൻഡിലുള്ള ത്രെഡ് ഇങ്ങനെ വലിച്ചു കൊടുക്കുക. ഇങ്ങനെ വലിച്ചതിന് ശേഷം ഈ എ എന്നുള്ള പോയിന്റിൽ തൊട്ടടുത്തായിട്ട് ഒരു ചെയിന് എടുക്കുക. ഇങ്ങനെ ചെയിൻ എടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ഈ സി എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് പോവുക. ഇവിടെയും ഒരു ചെയിൻ എടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ വീണ്ടും ഡിയിലേക്ക് പോവുക. ഡിയിൽ ഒരു ചെയിൻ എടുത്തതിന് ശേഷം നമ്മൾ താഴേക്ക് നീഡിലിനെ കൊണ്ടുവരിക. ഇങ്ങനെ താഴേക്ക് വലിക്കുമ്പോൾ നമ്മളെ ലൂപ്പും അങ്ങനെ താഴേക്ക് പോന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വീണ്ടും സി തന്നെ ഒരു ചെയിനും കൂടെ ആ ലൈനിൻ്റെ തൊട്ടടുത്തായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ വീണ്ടും ഇയിലേക്ക് പോവുക. ഇവിടെ ഒരു ചെയിൻ എടുക്കുക. മുകളിലേക്ക് എഫിൻ്റെ അടുത്തേക്ക് പോവുക. അവിടെ എടുക്കുന്ന ചെയിന് നമ്മളിങ്ങനെ പൊക്കിയിട്ട് നീഡിലിനെ താഴേക്ക് ആക്കുമ്പോൾ അത് ഉള്ളിലേക്ക് പോകുന്നത് കാണാം. എന്നിട്ട് നമ്മൾ വീണ്ടും ലെഫ്റ്റ് ഹാൻഡിലുള്ള ത്രെഡിനെ വലിച്ചു കൊടുത്തിട്ട് ഈ ലൈനിൽ തന്നെ ഒരു ചെയിനും കൂടെ എടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ നെക്സ്റ്റ് പോയിന്റിലേക്ക് പോവുക. അവിടെ ഒരു ചെയിൻ എടുക്കുക. മുകളിലേക്ക് പോവുക. ഇവിടെ എടുക്കുന്ന ചെയിന് ഇങ്ങനെ എടുത്തതിന് ശേഷം താഴേക്ക് വലിച്ചു പിടിക്കുമ്പോൾ നമ്മൾ അടിയിൽ നിന്ന് ലൂപ്പ് ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അടിയത്തെ ലെഫ്റ്റ് ഹാൻഡിലെ ത്രെഡിനെ ഒന്ന് വലിച്ച് തൊട്ടടുത്തായിട്ട് വീണ്ടും ഒരു ചെയിൻ എടുക്കുക. നെക്സ്റ്റ് പോയിന്റിലേക്ക് പോവുക. ഇങ്ങനെയാണ് കണ്ടിന്യൂസ് ആയിട്ട് ബട്ടൺ ഹോൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ എൻഡ് ലോക്ക് ഇടുകയാണെങ്കിൽ നമ്മളിതാ ഈ ഒരു താഴത്തെ സ്ട്രെയിറ്റ് ആയിട്ട് കാണുന്ന ഈ ഒരു ലൈനിൽ മാത്രമേ നമ്മൾ എൻഡ് ലോക്ക് ഇടാൻ പാടുള്ളൂ. അങ്ങനെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് എൻഡ് ലോക്ക് ഇടരുത്. ഈ താഴെ വരുന്ന ഭാഗത്താണ് നമ്മൾ എപ്പോൾ നിർത്തുന്ന സമയത്തും എൻഡ് ലോക്ക് ഇടേണ്ടത്.